എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പോൾ ഡൽഹൗസിയിലാണുള്ളത്. അപ്പോൾ ഡൽഹൗസിയിലത്തെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം ഞങ്ങളിപ്പോൾ ഡൽഹൗസിയിൽ ഗാന്ധി മാർക്കറ്റിൻ്റെ അടുത്തുള്ള പഞ്ച്പുല എന്നുള്ള ഒരു ചെറിയ മാർക്കറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പഞ്ച്പുല എന്ന് പറഞ്ഞാൽ 5 സ്ട്രീംസിൻ്റെ സംഗമ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് പഞ്ച്പുല എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം വാട്ടർഫോളൊന്നും അത്ര ആക്റ്റീവല്ല. ഞങ്ങളിവിടെ ഒരു കുഞ്ഞു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ അജിത് സിംഗിൻ്റെ സ്മാരക സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ടത് സർദാർ അജിത് സിംഗിൻ്റെ പ്രതിമയാണ്. 1881 ജനിച്ച് 1947 അന്തരിച്ച പ്രസിദ്ധനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ പഞ്ച്പുല മാർക്കറ്റിലെത്തിയത്. അപ്പം തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ആൾക്കാരിരുന്ന് തീ കായുന്നുണ്ട്. വഹനിയും കുറച്ച് സമയം അവിടെ പോയിരുന്നു. ഇവിടെ ഈ സർദാർ അജിത് സിംഗിൻ്റെ സ്റ്റാച്യുവും അദ്ദേഹത്തിൻ്റെ സ്മാരക സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കുഞ്ഞു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു ഗെയിംസൊക്കെ ആയിട്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് കുറച്ച് ഒരു ചെറിയ മാർക്കറ്റും. ഇത്രയാണ് പഞ്ച്പുലയിലുള്ളത്, വാട്ടർഫോൾ കൂടാണ്ട്. ഇപ്പോൾ വാട്ടർഫോൾ ആക്റ്റീവ് അല്ലാത്ത കാരണം പിന്നെ ഞങ്ങളത് കാണാൻ പോയില്ല. അപ്പോൾ ഡൽഹൗസിയിലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കജിയാറും ദൈക്കുൺ പീക്കും അതേപോലെ ബീജീസ് പാർക്കൊക്കെ കണ്ട ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. തീ എത്തുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയി നിന്നാലോ ഹനി? ചോദിക്കാം. ഇവിടെ भैया इसके क्या रेट है? 50 का 6 है. गूगल पे है ना? जंपिंग करा लो, जंपिंग वाला नीचे, जंपिंग वाला करा लो. दे दो भैया. 50 രൂപയ്ക്ക് 6 സൂക്ഷിച്ചറിയണേ ഹനി. ഇല്ല, അങ്ങോട്ട് എറിഞ്ഞു നോക്കി നീളത്തി. എനിക്ക് ജ്യൂസ് കിട്ടി. ഇനി അടുത്ത് എറി തരുമോ അങ്കിള്? കൊണ്ട ഈ ഡയറി മിൽക്കും കിട്ടി. എനിക്ക് വയ്യ. 50 രൂപയ്ക്ക് 6 2 കിട്ടി. 50. കേറ് കേറ്. ഇതും കൂടി ഉണ്ട് കുഞ്ഞ്. ഞാനിവിടെ കുറച്ച് സമയം തീ കഴിക്കാം. 12 ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കുന്നത്, പക്ഷേ ഫീൽ ചെയ്യുന്നത് ഒരു 10 താഴെയാണ്. 8 5 മണിയാവുന്നേ ഉള്ളൂ സമയം. बर्फ पड़ता है ना भैया हर साल? पड़ता तो नवंबर नवंबर दिसंबर जनवरी फरवरी इन 3-4 महीने में कभी पड़ सकती है. ഓക്കെ. ഇപ്പോൾ ഹനി കുറച്ച് സമയം ട്രാംപളിനിലും ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാനാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് ഇത് കുറച്ച് ചെറിയ മാർക്കറ്റാണ്. ഇനി ഞങ്ങളുടെ നേരത്തെ വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലാവും, ഞങ്ങളെ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് ഗാന്ധി ചോക്കിൽ കുറച്ചും കൂടി വലിയ മാർക്കറ്റുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോയാൽ അവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കടയിൽ ഒരു പയ്യൻ ഞങ്ങളെ വിളിച്ച് കുറച്ച് സാധനങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വിൽക്കുന്നത് പഷ്മിനയും കൊണ്ടുണ്ടാക്കിയ ബ്ലാങ്കറ്റ്സ് ആണ്. പഷ്മിന എന്ന് പറഞ്ഞാൽ കശ്മീരിൽ നിന്നുള്ള ചെമ്മരിയാടുകളാണ്. അപ്പോൾ ആ ചെമ്മരിയാടിൻ്റെ ഫറും കൊണ്ടുണ്ടാക്കിയ ബ്ലാങ്കറ്റാണ് ഇത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ഈ കാണിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാം, ഇപ്പോൾ കാണിക്കുന്ന ഭാഗം നമുക്ക് ചൂട് കാലത്ത് യൂസ് ചെയ്യാം. അതായത് ഈ ഭാഗം പുതക്കാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കിട്ടും, മറ്റേ ഭാഗം പുതക്കാണെന്നുണ്ടെങ്കിൽ ചൂട് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് 2 in 1 ആയിട്ട് യൂസ് ചെയ്യാം. വിൻ്ററിലും സമ്മറിലും ഓൾ വെതറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈസ എത്രയാണെന്ന് വെച്ചപ്പം അത് ആക്ച്വലി 15,000 ആയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ 8,000 രൂപയ്ക്ക് എന്തോ ഓഫറിൽ തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ കൂടെ വേറെ 4 ഗിഫ്റ്റ്സും കൂടി കിട്ടും. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതായത് ബാഗിൽ സ്ഥലമില്ല, വണ്ടിയിൽ സ്ഥലമില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുത്താൽ അവർ നമുക്ക് അയച്ചു തരും. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഓൾറെഡി ഇങ്ങനത്തെ കുറച്ച് ബ്ലാങ്കറ്റ്സും രജായിയൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ 2 സൈഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ജയ്പൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പൂനെ അംബാല വരുന്ന വഴിക്ക്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്, 8000 എന്നൊക്കെ പറഞ്ഞു. അതാണ് പിന്നെ ഞങ്ങളത് വാങ്ങിച്ചില്ല. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കേട്ടു. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങളിവിടെ ഡൽഹൌസി എത്തിയിട്ട് ഒരു ടാക്സി ഹയർ ചെയ്യുക ചെയ്തത് ഡൽഹൌസി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ നമ്മളെ ഹാഫ് ഡേയും കൊണ്ട് ഡൽഹൌസിയിലത്തെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് 5ാമത്തെ സ്ഥലമാണ് പഞ്ച്പുല. അപ്പോൾ ടാക്സി ഡ്രൈവർ അദ്ദേഹം ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഡ്രോപ്പ് ചെയ്ത്, തിരക്ക് കാരണേ. ഇനിയിപ്പോൾ നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് തിരിച്ച് ഗാന്ധി മാർക്കറ്റിൽ വന്നു. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഗാന്ധി ചൗക്ക് എന്നാണ്. ഇവിടെ ഒരു ഗാന്ധി പ്രതിമ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് ഗാന്ധി ചൗക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഗാന്ധി ചൗക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുകൂടാണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. അപ്പം ഞങ്ങൾ ഡൽഹൌസി, അതായത് ധർമ്മശാലയെല്ലാം പോയിട്ട് അവിടെ നിന്നാണല്ലോ ഡൽഹൌസി വന്നത്. അപ്പോൾ ഡൽഹൌസിയിലെത്തിയ സമയത്ത് ഡൽഹൌസിയിൽ വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു ഹിമാചലിൻ്റെ. അതായത് ഹിമാചലിലെ കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിമാചലി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഡാൻസ് ചെയ്ത് നിൽക്കുന്ന കുറേ കുട്ടികളെയാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോഴത്തേക്കും ഹനിക്ക് വിശക്കാൻ തുടങ്ങി, എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു വിക്കീസ് കോർണർ പറഞ്ഞിട്ട് ഒരു കട ഉണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിമാചലിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടകൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഹിമാചലത്തെ ദോശ കഴിച്ചൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിക്കീസ് കോർണർ എന്നുള്ള കടയിലേക്ക് പോവാണേ. ഞങ്ങളെത്തിയ സമയത്ത് ഗാന്ധി മാർക്കറ്റിൽ ഹിമാചലത്തെ വിൻ്റർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അതൊക്കെ കേട്ടു. ഹനിക്ക് കാണാത്ത കാരണം ഹനീനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു ഇത് ഈ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് കാരണേ. ഇപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ വിൻ്റർ ഫെസ്റ്റിവലിൽ നടക്കുന്നതെന്നുള്ളത്. ഈ ഗാന്ധി ചൗക്ക് ആക്ച്വലി ഡൽഹൌസിയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് പ്ലേസ് ആണ്, എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിൽ കൂടെ ഒക്കെ നടന്ന് ഹനി നേരത്തെ അവിടെ കണ്ട ട്രഡീഷണൽ ഹിമാചലി ഡാൻസേഴ്സിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇവിടെ ഒരു തിബറ്റൻ മാർക്കറ്റ് ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ആ തിബറ്റൻ മാർക്കറ്റിലും കൂടി പോയിട്ട് പോവാം. അപ്പോൾ ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് നടന്നിട്ടാണ് പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിക്കീസ് കോർണറിൽ പോയത്. അപ്പോൾ അവിടുന്ന് ഞാനൊരു ദോശ വാങ്ങിച്ചു, ഹനി ഫ്രൈഡ് ചിക്കൻ മോമോ വാങ്ങിച്ചു, പിന്നെ മൂന്നൊരു ബർഗറും വാങ്ങിച്ചു. പക്ഷേ ടു ബി ഫ്രാങ്ക് ദോശ കൊള്ളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പായ കാരണം അത്ര നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അവിടെ അടുത്തൊരു ഗെയിം സോൺ ഉണ്ടായിരുന്നു. ഹനിക്ക് എവിടെ പോയാലും ഗെയിം സോൺ കണ്ടുപിടിച്ച് അതിനകത്ത് കളിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് സമയം കുഞ്ഞു ഗെയിം സോണാണേ, കുറച്ച് സമയം അവിടെ നിന്നൊക്കെ കളിച്ചു തുടങ്ങിയ കിട്ടിപ്പോയി. വെരി ഗുഡ് വെരി ഗുഡ്. കൂടെ ഒന്ന് കയറിയിട്ട് പോ. ഡ്രസ് എന്ത് ഇവിടെ ആക്കുണ്ടോ? ഇല്ല. ചലോ ഹനി നടന്നോ. ഇത്തിരി കഞ്ചസ്റ്റഡ് അല്ലേ? 200 പൈനിന്റെ ഫ്ലവറും കൊണ്ടുണ്ടാക്കി. ഇല്ല, അതങ്ങനെ ഇരിക്കും. ചോദിച്ചോക്കിയേ. ചോദിച്ചോക്ക്. एक्सक्यूज मी भैया, ये 100 है, 200 है, 300 है। ये पाइन 100 रुपीस है, ये 200 है और बड़ा लोगे 300 है। पाइन ट्री, पाइन, हाँ हाँ हाँ, പൈനിന്റെ കായും കൊണ്ടുണ്ടാക്കിയ ഫ്ലവേഴ്സ്, नेचुरल फ्लावर है। मिलेंगे आपको हिमाचल में और जगह नहीं मिलेंगे। ആ ഞങ്ങളങ്ങനെ ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അത്
കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ പ്രൈസ് മറ്റ് ടിബറ്റൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് റീസണബിൾ ആയിരുന്നു. ഇത് സെൻറ്റ് ജോൺസ് ചർച്ചാണ് നമ്മൾ ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് ഗാന്ധി ചൗക്കിലേക്ക് വരുന്ന വഴിയിലുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡൽഹൌസിയിൽ നിറയെ ക്രിസ്ത്യൻ ചേർച്ച് ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാർ അവരുടെ സമ്മർ റിട്രീറ്റ് സെൻറ്ററായിട്ടാണ് ഡൽഹൌസിനെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേയധികം പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അമൃത്സർ അതിരൂപതയുടെ കീഴിൽ വരുന്ന കുറേ പള്ളികൾ ഇവിടെ ഉണ്ട്. ഇനി ഈ ഡൽഹൌസിലത്തെ വളരെ പഴയതും ഫേമസുമായ ഒരു കഫേയാണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, കഫേ ഡൽഹൌസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് ആ പൈൻ്റെ കായും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ കുറേ ദൂരം നടന്ന കാരണം ക്ഷീണിച്ചു. ഇനി ഹോട്ടൽ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഹോട്ടൽ റൂം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സ് നടന്നാലും ഞങ്ങൾക്ക് ഹോട്ടൽ റൂമായി. ഞങ്ങളങ്ങനെ റൂമിൽ പോയി തിരിച്ചു വന്ന് ഇനി ഗാന്ധി ചൗക്കിൻ്റെ റൈറ്റ് സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റും വേറെ കുറേ കടകളൊക്കെയാണ്. അപ്പോൾ ഹനിക്കാണെങ്കിൽ ഇവിടെ ധർമ്മശാലയ്ക്ക് ഞങ്ങൾ വരുന്ന മുതൽ ഹനിക്കൊരു കൊറിയൻ മാഗി ടേസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. രമൺ മാഗി എന്നാണ് അതിൻ്റെ പേര് എന്നാണ് ഹനി പറഞ്ഞത്. ഞങ്ങൾ തന്നെ അത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അപ്പോൾ സ്പൈസിയസ്റ്റ് മാഗിയാണതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കടകളിലൊക്കെ ഹനി ഈ രമൺ മാഗി അന്വേഷിച്ച് നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ആ പൊട്ടേറ്റോൻ്റെ സ്പ്രിംഗ് റോളും വേണം പറയുന്നുണ്ട്. നോക്കുന്ന നീ ഇവിടെ ചെരുപ്പ് നിങ്ങൾക്ക് ഹനി നോക്കിയേ, അച്ഛൻ ചെരുപ്പ് നോക്കുമ്പോൾ കുഞ്ഞു നോക്കിക്കോ. നോക്കട്ടെ ഹനി, 400 രൂപ നോക്കി ഇതിന്. കൊറിയൻ മാഗി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആയിരിക്കൂലെന്ന് ഇവിടെ എത്ര വയസ്സായിക്കുന്നതിന്. കോഫി ഷേക്ക് അതിന് പോളിഷ് ചെയ്തിരുന്നു. അതിൽ പോപ്കോൺ ഒന്നുമില്ല അതിന്. ഇതെന്താ സാധനം? ചോക്ലേറ്റ് ഫൗണ്ടെയിൻ. അത് ഇവിടെ ഉണ്ട്. കൊറിയൻ റാമൻ ഉണ്ട്. കൊറിയൻ റാമൻ ഇവിടെ ഇത് നോക്കൂ. ഇതെന്താ സാധനം? ഇതെന്താ നോക്കൂ. മെട്രോ റിട്രീറ്റ് കഫേ. അത് നോക്കി. ഇതെന്താ? വൈൻ. വൈൻസ് ആൻഡ് സിഗേഴ്സ്. എന്ത് ഭംഗിയാ കാണാൻ. ഇവിടെ ഉണ്ടോ മോമോ മൊച്ച തുക്ക ഉണ്ട്. ടുഡേ സ്പെഷ്യൽ ചെമ്മീൻ കുൽച്ച. അത് നോക്ക് ഹനി, അത് നോക്ക്. കൊള്ളാം. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. മോമോസ്, പനീർ, ആൾക്കാർ ചൂട് കഴിഞ്ഞു. ഫിഷ് ഫ്രൈ, പനീർ, കോൺ, ചിക്കൻ. ഇപ്പോൾ ഞങ്ങളൊരു കുറേ നൂഡിൽസ് അപ്പം വന്നതായിരുന്നു. ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, തീർന്നു പറഞ്ഞത്. ഗുലാബ് ജാമുൻ. അറിയില്ല ഹനി. അപ്പം നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോവാം. ഞങ്ങളങ്ങനെ ഹനിയുടെ രമൺ മാഗിക്ക് വേണ്ടിയിട്ട്, റാമൺ മാഗി അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം, നടന്നു. പക്ഷേ കിട്ടിയില്ല. അതായത് പറഞ്ഞാൽ ഒരു കടയിൽ ഉണ്ടായിരുന്നത് തീർന്നു പോയി. എന്നൊരു കടയിൽ ചോദിച്ചപ്പോൾ അത് 250 രൂപയാണ്. അപ്പോൾ പിന്നെ അത്രയും സ്പൈസി ആയത് നമ്മൾ 250 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷേറി പഞ്ചാബി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഷേറി പഞ്ചാബ് മോഞ്ചത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റായ റെസ്റ്റോറൻറ്റ് ചെയിനാണ്. ഞങ്ങൾ ആക്ച്വലി ശ്രീനഗർ പോയി വന്നപ്പോൾ ലുധിയാന എന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു ആ സമയത്ത്. പിന്നെ മൂന്ന് അതുകൂടാണ്ട് ആദംപൂരിന്നും ഒക്കെ കഴിച്ചപ്പോഴൊക്കെ ഈ ഷേറി പഞ്ചാബ് ദി ബെസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വിചാരിച്ച് ഞങ്ങൾ ഇന്നും ഷേറി പഞ്ചാബിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നോൺ വെജ് കഴിച്ച് ബോറായ കാരണം ഇന്ന് വെജ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെജ് മാഞ്ചോ സൂപ്പും ദാലും പനീറുമാണ് വാങ്ങിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, ടു ബി ഫ്രാങ്ക്, ഡൽഹൌസിലത്തെ ഷേറി പഞ്ചാബി ഒന്നിനും കൂടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നറും കഴിച്ച് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അപ്പോൾ
ഞങ്ങളുടെ ഡൽഹൌസി എക്സ്പ്ലോറേഷൻ ഹാഫ് ഡേയിൽ ഞങ്ങൾ നിർത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ തിരിച്ച് അംബാല പോവാണ്. അപ്പോൾ അംബാല പോകുന്നത് ഞങ്ങൾ പത്താൻകോട്ട് വഴിയാണ്. ഡൽഹൌസി ടു പത്താൻകോട്ട് ടു അംബാല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡൽഹൌസി കാണാൻ ഹെൽപ്പ് ചെയ്ത ടാക്സി ഡ്രൈവർ പറഞ്ഞായിരുന്നു, അംബാല പോകുന്ന വഴിക്ക് പത്താൻകോട്ടിൽ മിനി ഗോവ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു വാട്ടർ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്, അപ്പോൾ അത് കുറച്ച് നന്നായിരിക്കും, കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി അതും കൂടി കണ്ടിട്ടാണ് പോണത്. അപ്പോൾ പത്താൻകോട്ടിലത്തെ മിനി ഗോവയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.